പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കുമോ? ജിഎസ്ടിക്ക് കീഴിൽ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ഉൾപ്പെടുത്തുമോ തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി, അതായത് രണ്ടാം മോദി സർക്കാരിന്റെ കാലം തൊട്ട് തന്നെ ചർച്ചയാകുന്നത്. കാരണം ഇതിൽ ഒരു നീക്കം ഉണ്ടാകണം എന്ന കാര്യം തന്നെയാണ് രണ്ടാം മോദി സർക്കാരിൽ പറഞ്ഞത്. അതിപ്പോൾ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില നിയന്ത്രണം ഏർപ്പെടുത്തണോ അല്ലെങ്കിൽ GST കൊണ്ടുവരണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ചർച്ചയാവുകയാണ്. ജൂലൈയിൽ അവതരിപ്പിക്കാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിന് മുൻപ് പെട്രോൾ ഡീസൽ വിലകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായേക്കും എന്നാണ് പറയുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ചരക്ക് സേവന നികുതി പരിധിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം വീണ്ടും സജീവ ചർച്ചയായത് 53ാമത് GST കൗൺസിൽ യോഗത്തിലാണ്. എന്നാൽ GSTയുടെ പരിധിയിൽ ഇവ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ല. മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ പെട്രോൾ ഡീസൽ വിലകൾ GSTയുടെ പരിധിയിൽ കൊണ്ടുവരുന്ന കാര്യം പരിഗണിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും ഇക്കാര്യത്തിൽ അനുകൂല അഭിപ്രായമാണ് ഉള്ളത്. രാജ്യത്തെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GSTയിൽ ഉൾപ്പെടുത്തണമെന്ന അഭിപ്രായം നേരത്തെ തന്നെയുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായ പശ്ചാത്തലത്തിൽ 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കൗൺസിൽ യോഗം നടന്നത്. പുതിയ സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ യോഗം കൂടിയാണ് നടന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില GSTയിൽ ഉൾപ്പെടുത്തിയാൽ പെട്രോൾ ഡീസൽ വില നിലവിലുള്ളതിനേക്കാൾ കുറയാനാണ് സാധ്യത. സർക്കാരുകൾ നിലവിൽ 60% നികുതിയാണ് ഈ ഇനത്തിൽ ഈടാക്കുന്നത്. അനുകൂല തീരുമാനമുണ്ടായാൽ ഉപഭോക്താക്കൾക്ക് അത് വലിയ നേട്ടമായിരിക്കും. ഭീമമായ നികുതിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതയും ഉണ്ടാകും. നിലവിൽ 5%, 12%, 28% എന്നിങ്ങനെയുള്ള നിരക്കുകളിലാണ് GST ഈടാക്കുന്നത്. പെട്രോളിന് പരമാവധി നികുതി നിരക്കായ 28% GST ചുമത്തിയാൽ ഗണ്യമായ വിലക്കുറവ് ഉണ്ടാകും. രാജ്യത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഈ നടപടി സഹായിക്കുകയും ചെയ്യും. പെട്രോളിനും ഡീസലിനും മാത്രമായി പുതിയ GST സ്ലാബ് സൃഷ്ടിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. നിലവിൽ രാജ്യത്ത് 3 GST സ്ലാബുകളാണ് നിലവിലുള്ളതെങ്കിലും സ്വർണത്തിന് പ്രത്യേക സ്ലാബിലാണ് GST ഈടാക്കുന്നത്. അതുപോലെ ഒരു പ്രത്യേക സ്ലാബ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും ഏർപ്പെടുത്തിയേക്കാം. ഇത് ഏതായാലും 28%-ന് മുകളിലായിരിക്കാനാണ് സാധ്യത. എന്നാൽ പെട്രോൾ ഡീസൽ വിലകൾ GST പരിധിയിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ കാര്യമായ കുറവ് സംഭവിക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതിയിലൂടെ സംസ്ഥാനങ്ങൾക്ക് നേരിട്ട് ലഭിച്ചിരുന്ന പണം ഇനി കേന്ദ്രത്തിലേക്ക് പോവുകയും സംസ്ഥാനങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്യും. അങ്ങനെയായിരിക്കും വരുന്നത്. കേരളത്തിന്റെ ആകെ വരുമാനത്തിന്റെ 30%-ഓളം ഇന്ധന നികുതിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇതിൽ ഗണ്യമായ കുറവ് സംഭവിക്കും എന്നുള്ളതുകൊണ്ടാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇതിനെ എതിർക്കുന്നത്. GST നടപ്പിലാക്കുകയും എക്സൈസ് ഡ്യൂട്ടിയും സെസ്സുകളും ഈടാക്കാതിരിക്കുകയും ചെയ്താൽ കേന്ദ്രത്തിനും വരുമാന നഷ്ടമുണ്ടാകും. എന്നാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് GST നടപ്പിലാക്കിയാലും കേന്ദ്ര സർക്കാരിന് എക്സൈസ് നികുതി പിരിച്ചെടുക്കാനുള്ള അധികാരമുണ്ട്. സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരു തീരുമാനമാകാത്തതാണ് GSTയുടെ പരിധിയിൽ പെട്രോൾ ഉൽപ്പന്നങ്ങളെ കൊണ്ടുവരുന്നതിൽ ഇതുവരെയും ഒരു തീരുമാനമാകാത്തതെന്ന് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി കഴിഞ്ഞു. അതേസമയം ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലുള്ള വിവിധ സേവനങ്ങളെ GST പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് 53ാമത് GST കൗൺസിൽ യോഗം. പ്ലാറ്റ്ഫോം ടിക്കറ്റ്, റെയിൽവേ സ്റ്റേഷനുകളിലെ വിശ്രമമുറി, കാത്തിരിപ്പ് മുറി, ക്ലോക്ക് റൂം എന്നീ റെയിൽവേ സേവനങ്ങളെയാണ് GSTയിൽ നിന്ന് ഒഴിവാക്കിയത്. അതിനു പുറമെ വലിയ റെയിൽവേ സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന കാറുകളുടെ സേവനത്തിനും ഇനി GST നൽകേണ്ടതില്ല.